ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന അനുഗ്രഹം എന്താണ്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 5, 22, 12, 3, 1, 4, 3. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഹെറോഫെൻറ്റിൻ്റെ കാർഡാണ്. ഇവിടെ നിങ്ങളുടെ തേർഡ് ഐ ചക്രയിൽ യൂണിവേഴ്സ് വളരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻ പവർ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നു. ചില കാര്യങ്ങളുടെ തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുന്നു. ചില ഗ്രോത്തിൻ്റെ അറിവുകൾ നിങ്ങൾക്ക് നൽകുന്നു. 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. 10 ഓഫ് സോഡ് നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് സ്നേഹം കാണിച്ച് നമ്മളോട് ഏറ്റവും പറ്റി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും നമ്മളെ പിറകിൽ നിന്ന് കുത്തുവാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ പിറകിൽ നിൽക്കുന്നത് ആരാണ്? നമ്മൾ ഏറ്റവും നമ്മുടേതെന്ന് കരുതി നമ്മൾ അവർക്ക് വേണ്ടി വാദിച്ച് നിൽക്കുമ്പോൾ, ഇപ്പം ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കത്തില്ല, അവരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളവരുടെ മുന്നിൽ നിൽക്കുന്ന സമയത്താണ് അവർ നമ്മളെ പിറകിൽ നിന്ന് കുത്തുന്നത്. അല്ലാതെ നമ്മുടെ ശത്രുക്കളാണെങ്കിൽ അവർ നമുക്ക് നേർക്കാണ് വരുന്നത്. പക്ഷേ പിറകിൽ നിന്ന് കുത്താൻ സാധിക്കുന്നത് നമ്മളെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത വ്യക്തികളാണ്. അപ്പോൾ യൂണിവേഴ്സ് ആ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, ഇവിടെ തേടയുടെ ഒരു ചിഹ്നം കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ചില അറിവിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് യൂണിവേഴ്സ് ഈ ഒരു ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ ആരാണെന്നും നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും ആരെയൊക്കെ എങ്ങനെ മനസ്സിലാക്കണമെന്നും യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഗ്രോത്തിനെ സഹായിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ചാൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു വളർച്ചയ്ക്ക് ഇത് സഹായിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, അപ്പം എൻ്റെ വ്യൂസിന് വേണ്ടി യൂണിവേഴ്സ് നൽകുന്ന ഒരു ജീവിതത്തിൽ വരുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ചില വ്യക്തികളെ കൂടെ നിന്ന് ചതിക്കുന്ന ചില വ്യക്തികളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് തിരിച്ചറിയുന്നതോടൊപ്പം നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകും. ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഹാർമണിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ സക്സസ് ആകാൻ പോകുന്നു എന്നുള്ളതാണ്. കുടുംബത്തിലെ ഐക്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. ഹാർട്ട് ചക്ര ആ മുറിവുകളെ ഉണക്കുവാൻ ഈ ഒരു ക്രൗൺ ചക്രയ്ക്ക് കഴിയുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ കഴിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അതൊരു ഹീലിംഗ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. കുടുംബത്തിലുണ്ടായ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടാകുന്നു. നിങ്ങളുടെ ഓഫീസുകളിൽ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിനെ ബാധിച്ചിരുന്നതായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഐക്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അത് ജോലി സംബന്ധമാണെങ്കിലും ശരി തന്നെ, കുടുംബ ജീവിതത്തിലുള്ളതാണെങ്കിലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ചില ഈഗോ പ്രശ്നങ്ങളാണെങ്കിലും പേരൻസുമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം ഇവിടെ ഹീലിംഗ് സംഭവിക്കുകയാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ചില ജ്ഞാനങ്ങൾ, ചില അറിവുകൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. വിഷ്ണമാണ് വന്നിരിക്കുന്നത്. അറിവുകളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. കാരണം ഇവിടെ അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത്. മുടി നരച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയെ കാണിക്കുന്നത് അറിവിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അറിവിൻ്റെ ഒരു അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, ലക്ഷറിയാണ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നത്. കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ചോദ്യോത്തരങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ട് നടന്നിരിക്കുന്നു. അതിൽ നിങ്ങൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ യൂണിവേഴ്സ് അതെല്ലാം ആ മുറിവ് ഉണക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് തിരികെ നൽകുന്ന ചില കാര്യങ്ങളാണ് ഈ ലക്ഷറി ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജഡ്ജ്മെൻറ്റിന് ശേഷം, ചില വ്യക്തികൾ ഇപ്പോഴും ജഡ്ജ്മെൻറ്റിലായിരിക്കും. ഓക്കെ, അതിന് ശേഷം നിങ്ങൾക്കൊരു നീതി ലഭിക്കും. ആ നീതിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഹാങ്ഡ് സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത്. ഇതുവരെയും നിങ്ങൾ നോക്കിയിരുന്ന രീതിയിലല്ല ജീവിതം ഉള്ളത് എന്ന് നിങ്ങളെ ഇപ്പോൾ യൂണിവേഴ്സ് തന്നെ ഒരു തലകീഴായിട്ട് നിർത്തിയിരിക്കുകയാണ്. കാരണം നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള മറ്റൊരു
ഭാഗമുണ്ട്. ഓക്കെ, നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള മറ്റൊരു ലോകമുണ്ട്. ഓക്കെ, നിങ്ങൾ വിശ്വസിക്കുന്നതോ കാണുന്നതോ മാത്രമല്ല ഈ ലോകം, അതിനപ്പുറം മറ്റൊരു സൈഡിൽ കൂടി നിങ്ങളത് കാണേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ചില അവയർനെസ് യൂണിവേഴ്സ് നൽകുന്നു എന്നുള്ളതാണ്. ക്യൂൻ ഓഫ് കപ്പിൻ്റെ എനർജി. നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ചില നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ ശരി തെറ്റുകൾ നിങ്ങളെ തിരിച്ചറിയിപ്പിക്കുന്ന ഒരു എനർജി കൂടി ഇവിടെ വന്നിരിക്കുന്നു. നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന എന്ത് തെറ്റുകളാണോ അത് നമ്മളെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നമ്മളെ ഒരു ഹാങ്ഡ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, കുറേ നാളത്തേക്ക് നമ്മുടെ ലൈഫിലേക്ക് ഒന്നും ചെയ്യാൻ പോലും കഴിയാതെ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പരാജയങ്ങൾ, നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കുന്ന തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മുടെ പ്രാർത്ഥന എത്രത്തോളം ആയിരുന്നു, നമ്മുടെ ഭാഗത്തു നിന്ന് പുറപ്പെട്ടു വന്നിരുന്ന പോസിറ്റീവ് വാക്കുകൾ എത്രത്തോളമായിരുന്നു, നെഗറ്റീവ് വാക്കുകൾ എത്രത്തോളമായിരുന്നു. അപ്പം നമ്മളെ തന്നെ ഒന്ന് വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നമ്മളെ ഒരു ഹാങ്ഡ് സിറ്റുവേഷനിൽ കൂടി കടത്തിക്കൊണ്ട് പോകുന്നു. അതെന്തിനാണ്? നമ്മളിൽ ഉണ്ടായിരിക്കുന്ന ആ ബ്ലോക്കേജുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളിൽ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങളുണ്ട്, നമ്മുടെ പ്രവൃത്തി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തോട്ടായിരിക്കാം, നമ്മുടെ ചിന്തകളായിരിക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നമ്മളെ മറ്റൊരു ലെവലിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമുക്ക് അവയർനെസ് ലഭിക്കുന്നത്. ആ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉടൻ തന്നെ വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഇതിപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അത് തിരിച്ചറിഞ്ഞവർക്കാണ് ഇനി അബണ്ടൻസ് വന്നു ചേരാൻ പോകുന്നത്. എൻ്റെ ഭാഗത്ത് ഇന്ന തെറ്റുകളുണ്ട്, അത് ഞാൻ തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു എന്ന് സമ്മതിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് ഈ ഒരു അബണ്ടൻസ്, ഈ ഒരു ഐക്യം, സാമ്പത്തിക അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നത്. കാരണം ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ്. ജഡ്ജ്മെൻറ്റ് വന്ന് ചോദ്യോത്തരങ്ങൾക്ക് നമ്മൾ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി അത് ഹീൽ ചെയ്യുന്ന വ്യക്തികളിലേക്കാണ് ലക്ഷറി ആയിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ചില ഓഫറുകൾ എൻ്റെ വ്യൂസിനെ തേടി എത്തുന്നു. ഓഫറുകൾ എന്ന് പറയുമ്പോൾ ജോലി ഓഫറാണ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഓഫറാണ്, നിങ്ങൾക്ക് ഒരു പുതിയ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഓഫറാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നാളായി കാത്തു നിൽക്കുന്നെങ്കിൽ ആ ഒരു ഓഫർ വരുന്നുണ്ട്. ചില ബിസിനസ്സുകൾ സ്റ്റാർട്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് നാളായി ആഗ്രഹിച്ച് നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സമയം, ഈ റീഡിംഗ് എപ്പോഴാണോ നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു സമയം തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടാകുന്നതാണ്. ഇതുവരെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയായിരിക്കാം, സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിച്ചതായിരിക്കാം, ചില സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ചില വ്യക്തികളെ നിങ്ങൾ ചേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രം, മാനസിക പ്രയാസങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുന്നത്. നിങ്ങൾ ആരോഗ്യപരമായി തകർന്ന ഒരവസ്ഥയിലുള്ള ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ വീണ്ടും ഉയർത്തുവാൻ പോകുന്നു. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളിലേക്ക് തന്നെ ഒരു കുറ്റബോധം യൂണിവേഴ്സ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരു റിഗ്രറ്റ്, നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് തന്നെ നമുക്ക് ഒരു റിഗ്രറ്റ് ഫീല് തന്നിരിക്കുന്നു. അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും ബാലൻസുകൾ കൊണ്ടുപോകണമെങ്കിൽ ഇടയ്ക്കെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചില റിഗ്രറ്റ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ചില വേദനകൾ ആവശ്യമാണ്. ഓക്കെ, ചില റിഗ്രറ്റുകൾ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു റിഗ്രറ്റിന് ശേഷം നിങ്ങൾക്കൊരു ബാലൻസിങ്ങിൽ വരികയാണ്, നിങ്ങളൊരു സ്റ്റാറായി മാറുവാൻ പോവുകയാണ്. ജീവിത പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ മാപ്പ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ മാപ്പ് ചോദിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് നിങ്ങൾ പുറത്ത് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ യൂണിവേഴ്സ് ചില കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങൾ കൂടി കടത്തി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ നമുക്കൊരു കുറ്റബോധം എപ്പോഴാണ് തോന്നുന്നത് അതിൽ നിന്ന് നമുക്ക് മൂവ് ഓൺ ചെയ്യുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ബാലൻസിങ്ങിൽ നമുക്ക് വരാൻ സാധിക്കും. ഓക്കെ, 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ അനുഗ്രഹം വന്നു ചേരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. 3 ഓഫ് കപ്പിൻ്റെ എനർജി. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്.
സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. രണ്ടും യെല്ലോ കളറാണ്. വളരെ ബ്രൈറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് പറഞ്ഞിരുന്ന നിങ്ങളെ പുറത്താക്കിയിരുന്ന എന്ത് കാര്യമാണോ അതിൻ്റെ മധ്യത്തിൽ ഇവിടെ സണ്ണ് വന്നിരിക്കുന്നു. ചില ഡെവിളുകൾ വന്ന് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കിയിട്ടുള്ള ചില സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങളെ അതിശക്തമായ എനർജിയിൽ തന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് തരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും സന്തോഷവും സെലിബ്രേഷനും വന്നു ചേരാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്ന കാര്യം ഇതാണ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഫൂളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത്രയും നാൾ ഒരു വിഡ്ഢിയെ പോലെ നമ്മൾ ചിന്തിച്ചിരുന്നു, പ്രവർത്തിച്ചിരുന്നു, നമ്മൾ മറ്റുള്ളവരെല്ലാം ഉപയോഗിച്ചിരുന്നു. ആ ഉപയോഗത്തിൽ നിന്നെല്ലാം നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചറിവോടുകൂടി നമ്മളെ പുറത്ത് കൊണ്ടുവരാൻ പോകുന്നു. ഇത്രയും നാൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കളിപ്പാവയായിരുന്നു എങ്കിൽ അതെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ സ്ട്രെങ്ത് നമ്മൾ തിരിച്ചറിയുകയാണ്. യൂണിവേഴ്സിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ നമ്മൾ സീറോയല്ല ഹീറോയായി മുന്നോട്ട് വരാൻ പോകുന്നു. വളരെ ധീരതയോടുകൂടി എന്തും ഫൈറ്റ് ചെയ്യുവാൻ, ഏത് സാഹചര്യത്തെയും നേരിടാൻ ശക്തിയായിട്ടുള്ള ഒരു യോദ്ധാവിനെ പോലെ നമ്മൾ മുന്നോട്ട് വരികയാണ്. നമ്മളിനി ഫൂളല്ല, നമ്മൾ ഹീറോയാണ് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ സീറോയല്ല ഹീറോയാണെന്ന് യൂണിവേഴ്സിൽ നമ്മളെ ഒരുക്കി തീർത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതത്തിൽ വന്നിരുന്ന ഈ പരീക്ഷണ ഘട്ടങ്ങൾ കൊണ്ട് നമ്മൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകുന്നത് വളരെ ശക്തിയോടുകൂടിയും ആത്മബലത്തോടു കൂടിയുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഓക്കെ, മുന്നോട്ട് പോകുക. ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് വന്നിട്ടുണ്ട്, സണ്ണുണ്ട് നിങ്ങൾക്ക് കൂട്ടിന്. ഓക്കെ, യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തരും. സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് കെഡ് ബി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ 4 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. റിഗ്രറ്റ് ഫീല് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില തിരിച്ചറിവ്, ഓക്കെ, നിങ്ങൾ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സമയമാണ് വന്നിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ റൂട്ട് ശരിയായിരുന്നു, നമ്മുടെ കൂടെയുള്ള വ്യക്തികൾ ശരിയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശരിയായിരുന്നു. നമ്മൾ മറ്റുള്ളവരിലേക്ക് മാത്രം നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം ലഭിക്കുകയില്ല. അത് നമ്മളും ശരിയായിരുന്നു എന്നുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്ക് നീതി ലഭിക്കും. നിങ്ങൾക്ക് ആ ഒരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത തെറ്റുകൾ തിരുത്തുവാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വന്നു ചേരുന്നു എന്നുള്ളതാണ്. ഇവിടെ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനമാനം, നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാത്തിനും ഒരു അനുഗ്രഹമാണ് ഇവിടെ വന്നു ചേരുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം സാധ്യമാകുമോ? ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? എംബ്രറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നമുക്ക് ചില സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോയത് അതല്ലെങ്കിൽ ചില നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ചില വ്യക്തികൾ നമ്മളെ തെറ്റായ ദിശയിലേക്ക് നമ്മളെ പഠിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ തെറ്റായ രീതി നമ്മളോട് ഉപദേശിച്ച് നമ്മുടെ മൈൻഡിനെ തലതിരിച്ച അവസ്ഥയിലേക്ക് മാറ്റിയിരുന്നു. ഓക്കെ, ഞാൻ നിൻ്റെ കൂടെ കാണും, നീ ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് നല്ല പണം ലഭിക്കും, ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ബെറ്ററായി തീരും എന്ന് നമ്മളെ തെറ്റായ രീതിയിൽ ഉപദേശിച്ച് നമ്മളെ സർവ്വകാര്യങ്ങളും നശിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഒരു ജ്ഞാനം തിരിച്ച് കിട്ടുകയാണ്. നിങ്ങൾക്കൊരു അറിവ്, ഒരു വിഷ്ഠം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ നിങ്ങളെ ചതിച്ചെന്നും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്നും, വിലപിടിപ്പുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമാകാം, മനസമാധാനമാകാം, കുടുംബ ജീവിതത്തിലുള്ള റെസ്പെക്റ്റ് ആകാം, സർവ്വതും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾ വെറും സീറോയായി പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ചില സ്ഥലങ്ങൾ വിട്ടുകളയേണ്ടി വന്നിട്ടുണ്ട്. ചില വ്യക്തികളെ കാരണം അത് ഉപേക്ഷിച്ച് പോകേണ്ടതായി വന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നേരെയാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ചതിച്ച വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾ ധീരതയോടുകൂടി തിരികെ വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. എംബററിൻ്റെ കാർഡാണ്. നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച കാര്യം ഇവിടെ സക്സസ് ആണ് എന്നാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സിൽ നിന്നുമുള്ള ഈ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിൽ നിന്നുമുള്ള ഒരു മെസ്സേജ് കൂടി എടുക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡിന് നൽകുന്ന മെസ്സേജ്. ഓക്കെ,
യൂണിവേഴ്സ് നമ്മളിപ്പം എത്രയൊക്കെ നമ്മളെ തന്നെ നമ്മൾ ന്യായീകരിച്ചിരുന്നാലും ദൈവത്തിനറിയാം എന്താണ് സംഭവിച്ചതെന്ന്. ഓക്കെ, അപ്പം ആ ഒരു റിഗ്രറ്റ് ഫീൽ അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം നമുക്കുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇനി ഞാൻ ചെയ്യില്ല, അത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യവും സക്സസ് ആകും. കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവം മാത്രമാണ്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്. അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തിരുന്നാലും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന വിചാരങ്ങൾ പോലും അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നല്ലവനാണെന്നും അല്ലെങ്കിൽ നല്ലവളാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ദൈവത്തിന്, നമ്മൾ എത്രയൊക്കെ ന്യായീകരിച്ചിരുന്നാലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന് അറിയാം നമ്മൾ എന്താണ് ചെയ്തതെന്ന്. ഓക്കെ, മറ്റാർക്കും അറിയത്തില്ലായിരിക്കും. പുറമേ നിൽക്കുന്നവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറയുമോ അവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, എന്നാലും അവളോട് ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ കാണിച്ചല്ലോ എന്നൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെല്ലാം പറഞ്ഞിരിക്കും. പക്ഷേ നമ്മളുടെ പ്രവൃത്തി എന്താണെന്ന് നമ്മളും നമ്മുടെ ആത്മാവും, സോൾ എന്ന് പറയുമ്പോഴേക്ക് ദൈവിക ആത്മാവാണ്, ആ ദൈവിക ആത്മാവും നമ്മൾ മാത്രമായിരിക്കും യഥാർത്ഥ സത്യങ്ങൾ അറിയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചിന്ത എന്തായിരുന്നെന്നും നമ്മുടെ പ്രവർത്തനം എന്തായിരുന്നെന്നും ദൈവത്തിനറിയാം. അതിൽ നമുക്കൊരു റിഗ്രറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഒരു തിരുത്തൽ ഉണ്ടാകുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡുകാർക്ക് പ്ലീസ് കെർബി മദർ യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്ത് മെസ്സേജാണ് രണ്ടാമത്തെ കാർഡുകാർക്ക് പറയാനുള്ളത്? ഓക്കെ, നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ ഈ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്ത് അവരുടെ വാക്കുകൾക്ക്, അവരുടെ മൈൻഡ് ഗെയിമുകൾക്ക് നിന്ന് കൊടുത്തിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നമ്മൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമോ എന്നുള്ള നല്ലൊരു വിലയിരുത്തൽ നമുക്ക് ഉണ്ടാകണം. ഓക്കെ, കണ്ണടച്ചുകൊണ്ട് നമ്മളെ ചതിച്ചുകൊണ്ട് നമ്മുടെ പിറകിൽ നിന്ന് കുത്തുന്ന വ്യക്തികളെ അല്ലെങ്കിൽ നമ്മുടെ കുഴിയിൽ ചാടിക്കുന്ന വ്യക്തികളിലേക്ക് ഒരിക്കലും ട്രസ്റ്റ് വെക്കാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു കാർഡ്സിന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചില ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി കടന്നു വന്ന് ഇവിടെ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ ചില വ്യക്തികളെങ്കിലും വിശ്വസിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുന്നതിന്, അത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കുടുംബത്തിൽ നിന്നാണെങ്കിലും ജോലിയിൽ നിന്നാണെങ്കിലും നഷ്ടപ്പെടുന്നതിന് കാരണം നിങ്ങളുടെ ട്രസ്റ്റാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ ചില വ്യക്തികളെ വിശ്വസിച്ചതാണ് നിങ്ങൾക്കതിന് കാരണമായിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അപ്പം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ട വ്യക്തികളെ മാത്രം ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും സിമ്പലുകൾ കിട്ടും. ഈ ഒരു സമയം കൂടുതൽ അവയർനെസ് ആയിരിക്കുക. ചില ബട്ടർഫ്ലൈസിനെയൊക്കെ നിങ്ങൾ കണ്ടെന്നിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വലായിട്ട് നിങ്ങൾ കൂടുതൽ അവയർനെസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ചില നെഗറ്റീവ് വ്യക്തികൾ വരുന്നുണ്ട്, അവരെ തിരിച്ചറിയുക. ഓക്കെ, നിങ്ങൾ ചില അബദ്ധങ്ങളിലേക്ക് ചാടാതിരിക്കുക എന്നുള്ളതിലാണ്. അപ്പം ആ ഒരു സമയം കൂടുതൽ നിങ്ങൾ ഒരു അവയർനെസ് കൊണ്ടുവരിക, ഒരു മാറ്റം. നിങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ കുറച്ചുകൂടി ഒരു പടി കൂടുതൽ സ്ട്രെങ്തോടുകൂടി മുന്നോട്ട് പോകുക എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പല ഭാഗങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും സിമ്പലിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പം ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.